തൃശൂർ പോട്ടിയിലെ ബാങ്ക് മോഷണത്തിൽ ഫെഡറൽ ബാങ്കിന്റെ ഭാഗത്ത് സുരക്ഷാ വീഴ്ചയുണ്ടായിട്ടില്ല എന്ന് ബാങ്ക് സിഇഒ KVS മണിയൻ. സുരക്ഷ ശക്തമാക്കാൻ നിർദ്ദേശമുണ്ടായാൽ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം ദുബായിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. We do have security in our branches, but of course, these are rare events that happen. We'll review if we think if this was not a security lapse, that's a separate issue. If it is a security lapse, we will see what steps we need to take. But our initial assessment is it's not a security lapse. It's just a gunman who walked in with the gun and cashier had no choice but to part with the cash. But we will review. രണ്ട് ജീവനക്കാരെ ബന്ദിയാക്കിയാണ് ഈ മോഷണം നടത്തിയത്. ഫെഡറൽ ബാങ്ക് ശാഖയിലാണ് മോഷണം നടന്നത്. പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബാങ്ക് ജീവനക്കാരുടെ ഉൾപ്പെടെ മൊഴി ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ഈ ബന്ദി ശുചിമുറിയിൽ പൂട്ടിയിട്ട ജീവനക്കാർ പറഞ്ഞ വിവരങ്ങൾ അനുസരിച്ചാണ് പോലീസ് പ്രാഥമികമായ അന്വേഷണം തുടങ്ങിയത്. പ്രതി ബാങ്കിലേക്ക് എത്തുന്നതും ശേഷം ഈ കൊള്ള നടത്തുന്നതുമായ ദൃശ്യങ്ങൾ ഒക്കെ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് CCTVയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഒരു കസേരയെടുത്ത് അത് ഉപയോഗിച്ച് ആ ചില്ല് തകർത്താണ് പ്രതി അകത്തേക്ക് കയറുന്നത്. അത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. 2 വീലറിലാണ് പ്രതി വന്നത്. ആ സ്കൂട്ടർ വളരെ കൂളായി പാർക്ക് ചെയ്തതിനു ശേഷം ബാങ്കിനകത്തേക്ക് കയറുന്നു. ഉണ്ടായിരുന്ന 2 ജീവനക്കാരെ ബന്ദികളാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ മോഷണത്തിലേക്ക് കടക്കുന്നത്. അതിനുശേഷം അതേപോലെ തന്നെ തിരിച്ചിറങ്ങി ആ സ്കൂട്ടറിൽ സ്ഥലം വിടുന്നു. എന്നാൽ ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് വളരെ തിരക്കുള്ള ഒരു സ്ഥലത്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിലൊരു മോഷണം നടന്നു എന്നത് പോലും അവിടെ അടുത്തുള്ള ആളുകൾ അറിയുന്നത് ബാങ്ക് ജീവനക്കാർ പറയുമ്പോൾ മാത്രമാണ്. ബാങ്കിലുണ്ടായിരുന്ന മറ്റു 2 ജീവനക്കാർ ഭക്ഷണം കഴിക്കാനായി മറ്റൊരു ഭാഗത്തേക്ക് പോയ സമയത്താണ് ഇത്തരത്തിൽ ഈ മോഷണം നടന്നത്. മിനിറ്റുകൾക്കുള്ളിൽ മോഷണം നടത്തി പ്രതി ഇവിടുന്ന് കടന്നു കളയുകയായിരുന്നു. 15 ലക്ഷം രൂപയാണ് നിലവിൽ നഷ്ടമായിരിക്കുന്നത് എന്ന് ബാങ്ക് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. സൂരജ് സജി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് പോലീസ് പങ്കുവയ്ക്കുന്നത്? പ്രവിത, നിലവിൽ ഇപ്പോൾ വിരലടയാള വിദഗ്ധരടക്കം എത്തി ഇവിടെ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവനക്കാരുടെ മൊഴിയടക്കം ഇതിനോടകം ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പോലീസിന്റെ പല വിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ടുള്ള ഒരു പരിശോധനയിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത്. അതായത് ഈ സമീപത്തെ CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രതി എങ്ങോട്ടാണ് പോയത് എന്ന് കണ്ടെത്താനുള്ള ഒരു നീക്കം നടത്തുന്നു. അതോടൊപ്പം തന്നെ ഈ സമീപ മേഖലകളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഹൈ ലെവൽ അലേർട്ടുകളാണ് നൽകിയിരിക്കുന്നത്. സമീപ പോലീസ് സ്റ്റേഷനുകളിലേക്കടക്കം തീരദേശ മേഖലയിലും അതോടൊപ്പം തന്നെ ദേശീയപാതയും എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പരിശോധനകളിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു. അവിടെയെല്ലാം എത്തി ഒരു പരിശോധനകളിലേക്ക് പ്രതി രക്ഷപ്പെടാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. നമുക്ക് ഒരു പ്രതികരണത്തിലേക്ക് കൂടി പോകാം എന്ന് തോന്നുന്നു. ചാലക്കുടി MLA ഇപ്പോൾ ഇതിനകത്ത് കയറിയതിനു ശേഷം ചാലക്കുടി MLA പ്രതികരിക്കുകയാണ്. കാര്യങ്ങൾ ചെയ്തു പോയിട്ടുള്ളത് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് അവരുടെ എല്ലാ സംവിധാനവും ഉപയോഗിച്ചുകൊണ്ടുള്ള അന്വേഷണം നടത്തുന്നു എന്നാണ് പറഞ്ഞത്. അല്ല, ജീവനക്കാർ ഞാൻ SP-യോടാണ് സംസാരിച്ചത്. അല്ല, ഒരു ഇവിടെ വന്നിട്ടുള്ള ഒരാളാകാനാണ് സാധ്യത എന്നാണ് പറഞ്ഞത്. കാരണം 2-2.5 മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ ചെയ്ത് അയാൾ പോയി. അപ്പോൾ പൊതുവിലെല്ലാ പോലീസിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പ്രസ്റ്റീജായിട്ട് അവർ അന്വേഷിച്ച് കണ്ടുപിടിക്കുമെന്നാണ് പറഞ്ഞത്. ആദ്യമായിട്ടാണ് അല്ല, ബാങ്കിനെ കുറിച്ച് അറിയാവുന്ന തരത്തിലാണ് ഉള്ള 2-2.5 മിനിറ്റ് കൊണ്ടാണ് ഇത് ചെയ്തു പോയിട്ടുള്ളത്. അതുകൊണ്ട് സൂചനയുണ്ടോ? സൂചന ഉണ്ടെന്ന് പറഞ്ഞു. എന്തായാലും MLA പറഞ്ഞ ഇതിലേക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് നമുക്ക് വരാം. അതായത് 2.5 മിനിറ്റ് കൊണ്ട് ഈ മോഷണം നടത്തി ഇവിടെ നിന്ന് ഈ പ്രതി കടന്നു കളഞ്ഞിരിക്കുന്നു. അതായത് ഈ ബാങ്കിനെ കുറിച്ച് നല്ല പരിചയമുള്ള മുൻപ് ഇവിടെ വന്നിരുന്ന ഒരാൾ എന്നുള്ളതാണ് SP തന്നോട് സംസാരിച്ചത് എന്നുള്ളതാണ് ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. അത് തന്നെയാണ്. അതായത് ആദ്യം മുതൽ പോലീസ് വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. വളരെ ചുരുങ്ങിയ മിനിറ്റുകൾ കൊണ്ട്, അതായത് 2.5 മിനിറ്റ് കൊണ്ടാണ് ഇവിടെ ഒരു കവർച്ച നടത്തി ഈ പ്രതിക്ക് ഇവിടെ നിന്ന് കടന്നു കളയാൻ സാധിച്ചത്. അത് തന്നെയാണ് നേരത്തെയും നമ്മളടക്കം പോലീസുമായി സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞിരുന്നത്. ഈ ബാങ്കിൽ വന്ന് പരിചയമുള്ള, ബാങ്കിനെ കുറിച്ച് നല്ല രീതിയിൽ പരിചയമുള്ള ഒരാളാണ് ഈ മോഷണം നടത്തിയത് എന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. സൂരജ് ഈ വാർത്ത പുറത്തെത്തിച്ചപ്പോൾ തന്നെ ആദ്യം മുതലേ പറയുന്നുണ്ട്, ഈ മോഷ്ടാവ് ഇവിടെ സ്ഥിരം വരുന്ന ആളാണോ അല്ലെങ്കിൽ ഈ സ്ഥലം പരിചയമുള്ള ആളാണോ എന്ന് ബലമായ സംശയമുണ്ടെന്ന്. ഈ പറഞ്ഞതുപോലെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ച CCTV ദൃശ്യങ്ങളിൽ നിന്നും നമുക്കത് മനസ്സിലാകും.
വളരെ കൂളായി ബാങ്കിനകത്തേക്ക് കയറുന്നു. ഒപ്പം ജീവനക്കാരെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി മുറിയിൽ പൂട്ടിയിടുന്നു. അയാളുടെ ശരീരപ്രകൃതി കണ്ടാൽ ആ ബാങ്കിൻ്റെ ഇടനാഴിയിലൂടെ നടക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മുൻപ് വന്നതുപോലെയുള്ള പ്രകൃതം തന്നെയാണ്. അതുതന്നെയാണ് ഇപ്പോൾ MLA പറഞ്ഞത്. MLA SP യുമായി സംസാരിച്ചപ്പോൾ ഇവിടെ മുമ്പ് വന്നിട്ടുള്ള ആളാണ് എന്നാണ് സംശയം എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് MLA കാര്യങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇനി എങ്ങനെയായിരിക്കും പോലീസിൻ്റെ തെളിവെടുപ്പും അല്ലെങ്കിൽ അന്വേഷണ രീതി എങ്ങനെയായിരിക്കും? മറ്റ് ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കുമല്ലോ, ഒപ്പം തന്നെ മറ്റു പോലീസ് സ്റ്റേഷനുകളിലേക്കും വ്യാപിപ്പിക്കുമല്ലോ. എങ്ങനെയാണ് പോലീസിൻ്റെ അന്വേഷണ രീതി ഇനി കടക്കുക? സൂരജ്. ശ്രീനിത, ഈ വാഹനം കണ്ടെത്തുന്നതിനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വാഹനത്തിന്റെ നമ്പർ അടക്കം കണ്ടെത്താനുള്ള ഒരു ശ്രമം, അതാണ് കൂടുതൽ CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പരിശോധന നടത്തുന്നതിലേക്ക് പോലീസിനെ എത്തിച്ചിരിക്കുന്നത്. ഈ വാഹനത്തിന്റെ നമ്പർ കണ്ടെത്തുകയാണെങ്കിൽ സ്വാഭാവികമായും പ്രതിയിലേക്ക് എത്താൻ എളുപ്പമായി തീരും. ഇപ്പോൾ MLA പറഞ്ഞത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ ബാങ്കിനെ കുറിച്ച് കൃത്യമായ മുൻധാരണയുള്ള ആൾ തന്നെയാണ് ഇവിടെ മോഷണം നടത്തിയിരിക്കുന്നത്. അയാൾ ഒരു വലിയ കവർച്ച അല്ലെങ്കിൽ വലിയൊരു കൊള്ളയല്ല ഇവിടെ പ്ലാൻ ചെയ്ത്, പകരം ഈ ക്യാഷ് കൗണ്ടറിലുള്ള പണം അതിവേഗത്തിൽ മോഷ്ടിച്ച് ഇവിടെ നിന്ന് കടന്നു കളയുക. 2.5 മിനിറ്റ് നേരം മാത്രമാണ്, 2.5-3 മിനിറ്റിനുള്ളിൽ തന്നെ ഈ മോഷണം പൂർത്തിയാക്കി ഇവിടെ നിന്ന് ഇറങ്ങാൻ ഈ മോഷ്ടാവിന് കഴിഞ്ഞു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നിന്ന് വാഹനത്തിൽ ഈ പ്രതി ഇവിടെ എത്തുന്നു. ഇവിടെ എത്തി വാഹനം എനിക്ക് ഇപ്പോൾ കാണുന്ന ഈ അകത്ത് പാർക്ക് ചെയ്തതിന് ശേഷമാണ് അകത്ത് കയറുന്നത്. ആ സമയത്ത് 2 ജീവനക്കാർ, ഒന്ന് ബാങ്കിലെ പിയൂണാണ്, മറ്റ് മാനേജർ. പിയൂണിനോട് എവിടെയാണ് ക്യാഷ്, അത് ക്യാഷ് എന്ന് മാത്രമാണ് ചോദിച്ചിട്ടുള്ളൂ, ബാക്കി ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ ക്യാഷ് കൗണ്ടർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇരുവരെയും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി പിന്നീട് ഈ ശുചിമുറിയിൽ അടയ്ക്കുകയായിരുന്നു. അതിന്റെ CCTV ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശുചിമുറിയിൽ അടച്ച ശേഷം അതിന് പുറത്തു നിന്ന് ലോക്ക് ഉണ്ടായിരുന്നില്ല. ഈ ശുചിമുറിക്ക് അകത്ത് നിന്ന് മാത്രമാണ് ഈ ശുചിമുറി പൂട്ടാൻ കഴിയുക. അപ്പോൾ ഇയാൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശുചിമുറിയുടെ ഹാൻഡിലുണ്ട്, ഈ ഹാൻഡിലിൽ ഒരു കസേര എടുത്ത് കസേരയുടെ കാൽ ഇങ്ങനെ ക്രോസ് ബാർ ആക്കി വെച്ചതിന് ശേഷം ആ ഡോർ ലോക്ക് ചെയ്തു. അതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന CCTV ദൃശ്യം. അങ്ങനെ ഈ ശുചിമുറിക്കുള്ളിൽ ഇവരെ പൂട്ടിയിട്ട ശേഷമാണ് ഈ പ്രതി ഈ ക്യാഷ് കൗണ്ടറിന് സമീപമെത്തി ഈ ഗ്ലാസ് പൊട്ടിക്കുന്നത്. ഈ ക്യാഷ് കൗണ്ടറിന്റെ ഗ്ലാസ് പൊട്ടിക്കുന്നു. അതിനുശേഷം ആ കൈയിട്ട് ഡോറിന്റെ ലോക്ക് തുറന്ന് അതിനകത്ത് കയറിയതിനു ശേഷമാണ് ഈ ട്രേയിൽ ഉണ്ടായിരുന്ന പണം മുഴുവൻ ഈ ബാഗിലേക്ക് മാറ്റി ഈ 2.5 മിനിറ്റ് കൊണ്ട് പ്രതി ഇവിടെ നിന്ന് കടന്നു കളഞ്ഞത്. അതായത് 2.5 മിനിറ്റ് എന്നുള്ളത് MLA പോലീസ് പറഞ്ഞതനുസരിച്ച് പറഞ്ഞതാണ്. പക്ഷെ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇത്തരം പ്രവൃത്തികൾ അയാൾ കയറി വരുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അതൊരു 2.5 മിനിറ്റ് കൊണ്ട് സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ കൃത്യമായിട്ട് അറിയാൻ കഴിയുമല്ലോ, CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചാൽ അയാൾ കയറി വരുന്നത്, ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത്, പണം മോഷ്ടിച്ച് തിരികെ പോകുന്നതൊക്കെ അല്പസമയത്തിനകം തന്നെ കൃത്യത വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ മറ്റൊരു കാര്യം, ബാങ്കിൻ്റെ CEO ഇപ്പോൾ ദുബൈയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ ഒരു കാര്യം, ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സുരക്ഷാ വീഴ്ച അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് കരുതുന്നില്ല, ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രമായി കാണുന്നു. എന്നാൽ ഇനി അഥവാ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്നും പറഞ്ഞിട്ടുണ്ട്. അവിടെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചത്. ലഞ്ച് ബ്രേക്കിൻ്റെ സമയമാണ് എന്നത് ശരിയാണെങ്കിൽ പോലും സ്ഥിരമായി അവിടെ ഒരു സെക്യൂരിറ്റി അങ്ങനെ ഇല്ലേ? അതോ ആ സമയത്ത് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം മാത്രമാണോ ഇല്ലാതിരുന്നത്? സ്മിത, ഇത് സംബന്ധിച്ച് നമ്മളിവിടെ ഉണ്ടായിരുന്ന ആളുകളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ ബാങ്കിൽ സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല, കുറച്ചു കാലമായി ബാങ്കിൽ സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. നേരത്തെ ഉണ്ടായിരുന്നു എന്ന് സംബന്ധിച്ചെല്ലാം തന്നെ വിശദീകരിക്കേണ്ടത് ബാങ്കാണ്. എന്തായാലും ഈ മോഷണം നടക്കുന്ന സമയത്ത് ഇവിടെ സെക്യൂരിറ്റി ഇല്ല, കുറച്ച് ദിവസങ്ങളായി സെക്യൂരിറ്റി ഇല്ല എന്നുള്ളത് തന്നെയാണ് ഈ പ്രദേശവാസികളും പോലീസും അടക്കം ഉറപ്പിച്ചു പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിക്ക്, അത് നമ്മൾ ഏത് ബാങ്കിൽ ചെന്നാലും അവിടെ സ്വാഭാവികമായ ഒരു സെക്യൂരിറ്റി ഉണ്ടാകും. ഈ ബാങ്കിന്റെ ഡോറ്, അതായത് ഈ മുൻവശത്ത് നമ്മൾ കാണുന്ന ഗ്രില്ലിന്റെ ഡോറ്, ആ ഗ്ലാസ് ഡോറിന് മുൻപ് ഒരു ഗ്രില്ലിന്റെ ഡോർ ഉണ്ടാവും. ആ ഗ്രില്ലിന്റെ ഡോറ് സ്വാഭാവികമായി ഒരാൾക്ക് കടക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു ചെയിനൊക്കെ ഇട്ട് ലോക്ക് ചെയ്തിട്ടായിരിക്കും ഈ സെക്യൂരിറ്റി അതിന് പുറത്ത് നിൽക്കുക. പക്ഷേ ഇവിടെ അത്തരത്തിലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അത് ബോധപൂർവമായ ഒരു സുരക്ഷാ വീഴ്ചയല്ല എന്നുള്ളതാണ് ഈ ബാങ്ക് അധികൃതരുമായി സംസാരിക്കുമ്പോൾ അവരും പറയുന്നത്. ഇവിടെ അത്തരത്തിലൊരു സുരക്ഷാ വെല്ലുവിളി ഉണ്ടാകേണ്ട സാഹചര്യം അവർക്ക് ഇതുവരെയും ബോധ്യപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് മാത്രമാണ്, അതായത് ഇവർ സ്വപ്നത്തിൽ പോലും അങ്ങനെ ഒരു സുരക്ഷാ വീഴ്ചയോ അല്ലെങ്കിൽ തങ്ങൾക്ക് നേരെ ഇത്തരത്തിലൊരു മോഷണ ശ്രമം ഉണ്ടാകുമെന്ന് ഇവർ സ്വപ്നത്തിൽ പോലും കരുതി
നൽകിയിരുന്നില്ല. അതുകൊണ്ടാണ് ഇവർ ഈ മോഷ്ടാവ് വന്ന ഈ കത്തി കാണിച്ച് ഈ ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് പതറിപ്പോകാൻ ഇടയാക്കിയതെന്നുള്ളതാണ് ജീവനക്കാർ മൊഴി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കരുതിയില്ല എന്ന് പറയുന്നത് ഒരു സാധാരണ സ്ഥാപനമാണെങ്കിൽ, സൂരജ്, സാധാരണ ഒരു സ്ഥാപനമാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. ഇപ്പോൾ കുറച്ച് മധുരപലഹാരങ്ങൾ വച്ചിരിക്കുന്ന ഒരു കടയിലാണ് ഇങ്ങനെ പറയുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഫെഡറൽ ബാങ്ക് പോലെ ഒരു ബാങ്കാണ്, അതിൻ്റെ പ്രധാന ശാഖയാണ്. കോട്ടയിൽ നമുക്കറിയാം ഒരുപാട് പേർ ട്രാൻസാക്ഷൻസ് നടത്തുന്ന ഒരു സ്ഥലമാണ്, ദേശീയപാതയ്ക്ക് അരികിലുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ സുരക്ഷ കൃത്യമായി തന്നെ പാലിക്കേണ്ടിയിരിക്കുന്നു. ഒരുപാട് പണം, സ്വർണം ഒക്കെ തന്നെ നിക്ഷേപകർ വിശ്വസിച്ച് അവിടെ ഏൽപ്പിക്കുന്നതല്ലേ? സ്മിത, തീർച്ചയായും. അതായത് ഈ ബാങ്കിൽ സെക്യൂരിറ്റി ഇല്ല എന്നുള്ളത് തന്നെയാണ് ഈ മോഷ്ടാവ് ഇത് തെരഞ്ഞെടുക്കാൻ കാരണമാക്കിയതിൽ, അല്ലെ തെരഞ്ഞെടുക്കാൻ ഈ മോഷ്ടാവിനെ പ്രേരിപ്പിച്ചതിൽ ഒരു കാരണമായി പോലീസ് വിലയിരുത്തുന്നു. അത് തന്നെയാണ്, പുറത്ത് സെക്യൂരിറ്റി ഇല്ല, വളരെ സൗകര്യപ്രദമായി ഇവിടെ വന്ന് മോഷണം നടത്തി പോകാൻ കഴിയും എന്നുള്ളത് കണ്ടുകൊണ്ടാണ് മോഷ്ടാവ് ഈ ബാങ്ക് തന്നെ തെരഞ്ഞെടുത്തത് എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തുന്നത്. അത് ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ സുരക്ഷാ വീഴ്ച തന്നെയാണ്. സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് തൃശ്ശൂരിലെ 3 ATMകളിൽ അന്ന് കവർച്ച ഉണ്ടാകുന്നത്. ഇതര സംസ്ഥാനത്ത് നിന്ന് എത്തിയ കൊള്ളക്കാർ വലിയ രീതിയിൽ, അതും അവിടെയും ഈ മിനിറ്റുകൾ മാത്രമേ അവർക്കും സമയമെടുക്കേണ്ടി വന്നുള്ളൂ. ഈ 3 ബാങ്കുകളിലും മണിക്കൂറുകളുടെ ഇടവേളകളിൽ മിനിറ്റുകൾ കൊണ്ട് ഇവർ അവിടെ നിന്നുള്ള പണം കവർന്ന് അവർ പോകുന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം അന്നൊക്കെ തന്നെ ഈ ബാങ്കിൻ്റെ ഈ അലാറം അടിക്കുന്നതിലടക്കം വലിയ പിഴവുകൾ ഉണ്ടായിരുന്നു. അന്ന് ജില്ലാ പോലീസ് മേധാവിയാകട്ടെ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാകട്ടെ, ഇവരെല്ലാവരും പറഞ്ഞത് ഈ ബാങ്കിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റത്തിൽ എന്തെങ്കിലും പിഴവുകളുണ്ടെങ്കിൽ പരിഹരിക്കും. അതോടൊപ്പം തന്നെ എല്ലാ ബാങ്കുകൾക്കും അതിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നതാണ്. അന്ന് ഈ ATM കൗണ്ടറുകൾക്കൊന്നും സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല. അതാണ് അന്ന് ഈ 3 ബാങ്കുകളും ATMകളും കവർച്ച ചെയ്യാൻ അന്ന് ഈ കവർച്ചാ സംഘത്തിന് കഴിയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. അന്ന് അവർ ഇതിനിടയിൽ ഒരു ചേർപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ATMൽ കവർച്ച നടത്താൻ ലക്ഷ്യമിട്ടിരുന്നു. പക്ഷേ അവിടെ എത്തുന്ന സമയത്ത് ആ ബാങ്കിന് സെക്യൂരിറ്റി ഉണ്ടായതുകൊണ്ട് മാത്രം അവിടെ നിന്ന് കവർച്ച നടത്താൻ കഴിയാത്ത സംഘം അവിടെ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു. പക്ഷേ ഇവിടെ ഒരു കൊള്ളക്കാരൻ, ഒരു മോഷ്ടാവ് ഈ ബാങ്ക് തെരഞ്ഞെടുക്കുന്ന സമയത്ത് ഇവിടെ കൃത്യമായി ഈ ബാങ്കിൽ സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല. അത് തന്നെയാണ് ഇയാളെ ഈ മോഷണം നടത്താൻ ഈ ബാങ്ക് തെരഞ്ഞെടുക്കുന്നത്. ഒരു സംശയം ചോദിക്കട്ടെ, ഈ 15 ലക്ഷം രൂപയും കവർന്നത് ക്യാഷ് കൗണ്ടറിൽ നിന്ന് തന്നെയാണോ? ഈ 15 ലക്ഷം രൂപ ക്യാഷ് കൗണ്ടറിൽ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ അതും ഒരു സംശയ നിഴലിലുണ്ട്. കാരണം ജീവനക്കാർ ഒക്കെ പുറത്തു പോയിരിക്കുന്ന സമയമാണ്. കൗണ്ടറിൽ 15 ലക്ഷം രൂപ സൂക്ഷിക്കുക, അതല്ല ഈ സ്ട്രോങ് റൂമിൽ എങ്ങാനും പോയിരുന്നോ? സ്ട്രോങ് റൂമിൽ പോയിട്ടുണ്ടെങ്കിൽ അലാറം സംവിധാനം ഉണ്ടെങ്കിൽ അലാറം അടിക്കേണ്ടതാണ്, നാട് നീളെ കേൾക്കേണ്ടതാണ്. അത് ഈ 15 ലക്ഷം രൂപയും ക്യാഷ് കൗണ്ടറിൽ തന്നെയായിരുന്നോ? ശ്രീനിത, ഈ 15 ലക്ഷം രൂപയും ഈ ക്യാഷ് കൗണ്ടറിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും ക്യാഷ് കൗണ്ടറിലെ ഒരു രീതി അതാണ്. അതായത് രാവിലെ ഒരു ട്രാൻസാക്ഷൻ ബാങ്ക് തുടങ്ങി, അതൊരു വൈകുന്നേരം ആയതിനു ശേഷം ഈ തുകയെല്ലാം എണ്ണി തിട്ടപ്പെടുത്തി പിന്നീട് ഇത് ലോക്കറിലേക്ക് മാറ്റുന്നതാണ് അതിൻ്റെ ഒരു രീതി. അതിനിടയിൽ ഈ പണം കൊണ്ടുപോയി ലോക്കറിൽ വയ്ക്കുക, അത്തരത്തിലുള്ള രീതിയില്ല എന്നുള്ളത് തന്നെയാണ് ബാങ്ക് അധികൃതർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ ഉച്ചയ്ക്ക് 2:30 അടുപ്പിച്ചാണ് ഈ മോഷണം നടക്കുന്നത്. അതുവരെ ഈ ബാങ്കിൽ നടന്ന ട്രാൻസാക്ഷൻ സ്വാഭാവികമായും രാവിലെ ഈ ബാങ്ക് തുറക്കുന്ന സമയത്ത് ഇവർ ലോക്കറിൽ നിന്ന് എടുക്കുന്ന പണം ഉണ്ടാകും. അത് ഓരോ ബാങ്കും നിശ്ചിത തുകകൾ ഈ ലോക്കറിൽ നിന്ന് എടുത്ത് ഈ ക്യാഷ് കൗണ്ടറിൽ സൂക്ഷിക്കും. പിന്നീട് ഇതെല്ലാം തിട്ടപ്പെടുത്തിയതിന് ശേഷമാണ് വൈകുന്നേരം ഈ ബാങ്ക് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഈ ക്യാഷ് കൗണ്ടറിലെ പണം എണ്ണി തിട്ടപ്പെടുത്തി പിന്നീട് ബാങ്ക് ക്ലോസ് ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു രീതി. അങ്ങനെയെങ്കിൽ ഈ 15 ലക്ഷം രൂപ സ്വാഭാവികമാണ് ഈ ക്യാഷ് കൗണ്ടറിൽ ഉണ്ടാകുന്നത്, ഒരു സ്വാഭാവികമാണ്. തിരക്കുള്ള ഒരു ബാങ്ക് ആണെങ്കിൽ സ്വാഭാവികമായി ഒരു 15 ലക്ഷം രൂപയൊക്കെ ക്യാഷ് കൗണ്ടറിൽ ഉണ്ടാകും. പക്ഷേ ഈ 15 ലക്ഷം രൂപ ഈ ക്യാഷ് കൗണ്ടറിൽ, അതായത് ഇത്രയും വലിയ തുക ഉള്ള ഒരു ബാങ്കാണ് എന്ന ഈ മോഷ്ടാവിന് ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൽ പോലീസിന് ഉൾപ്പെടെ സംശയം ജനിപ്പിക്കുന്നതിലേക്ക് നയിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഇത്രയൊക്കെ തുക ഈ ക്യാഷ് കൗണ്ടറിൽ ഉണ്ടാകുക എന്ന് അയാൾ എങ്ങനെ കണ്ടെത്തി? അതോടൊപ്പം തന്നെ അനായാസമായി അയാൾക്ക് എങ്ങനെ ഇവിടെ മോഷണം നടത്താൻ സാധിച്ചു? സെക്യൂരിറ്റി ഇല്ല എന്ന വിവരം അയാൾ മുൻകൂട്ടി നോക്കി വച്ചിരുന്നു ഈ മോഷ്ടാവ്. ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് നേരത്തെ ഇവിടെ വന്ന് പരിചയമുള്ള ഒരാളാണ് ഈ മോഷണത്തിന് പിന്നിൽ എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇവിടെ നിന്ന് ഈ സ്കൂട്ടറിൽ തന്നെയാണ് പ്രതി കടന്നിരിക്കുന്നത്. സ്വാഭാവികമായും അധിക ദൂരം പോകാൻ സാധ്യതയില്ല. അതിനിടയിൽ തന്നെ ഈ വാഹനങ്ങൾ അടക്കം മാറ്റുന്നതിനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഈ വാഹനത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ പോലീസ് പിന്തുടർന്ന് പിടികൂടുന്നതിനുള്ള സാധ്യതകളെല്ലാം ഈ പ്രതി മുന്നിൽ കാണും. അതുകൊണ്ട് തന്നെ പ്രതി മറ്റൊരു വാഹനം ഉപയോഗിച്ചാണ് പിന്നീട് യാത്ര തുടർന്നത്. സംസ്ഥാനത്ത് ഇങ്ങനൊരു സംഭവം നടന്നു എന്നത് ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്നെയാണ്. പട്ടാപ്പകൽ ഒരു ബാങ്കിലേക്ക് കയറി ചെന്ന് കത്തി ചൂണ്ടിക്കാട്ടി ഭീഷണിപ്പെടുത്തി പണം കവർന്നിരിക്കുന്നു. 15 ലക്ഷം രൂപയാണ് കവർന്നിട്ടുള്ളത്. വിവരങ്ങൾ കൂടുതൽ അന്വേഷിച്ചു വരികയാണ്. പോലീസ് അവിടെ എത്തി വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. വിരലടയാള വിദഗ്ധർ കൂടി അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. സൂരജ് സജയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.